നമസ്കാരം. പതിരും കതിരും. ഈ നൊസ്സുകാരനൊരു ബസ്സു വാങ്ങിയതസൽ സംഭവമായി എന്ന് പറക്കും തളികയിൽ ഒരു പാട്ടുണ്ട്. നമ്മുടെ ക്യാബിനറ്റുകാർക്ക് ഉല്ലാസയാത്ര പോകാൻ സർക്കാർ വാങ്ങിയ ഒരു ബസ്സിൻ്റെ കാര്യം ദിലീപിൻ്റെ താമരാക്ഷൻ പിള്ള ബസ്സിനേക്കാൾ ശോചനീയമായി മാറി. കാൽ ചക്രത്തിൻ്റെ പൂച്ച മുക്കാൽ ചക്രത്തിൻ്റെ പാല് കുടിച്ചു എന്ന് പറയും പോലെ ജനത്തിന് കാൽക്കാശിൻ്റെ പോലും പ്രയോജനമില്ലാത്ത ഒരു യാത്ര നടത്താൻ 1.25 കോടി ചെലവാക്കിയാണ് ബസ് വാങ്ങിയത്. വരവും പോക്കുമൊക്കെ എന്തൊരു രാജകീയമായിരുന്നു. യാത്രയൊക്കെ കഴിഞ്ഞ് ഷെഡിൽ കയറ്റിയ ബസ് കോടികളുടെ നഷ്ടമുണ്ടാക്കിയതോടെ വാർത്തയും വിവാദങ്ങളുമായി. AK ബാലൻ അടിച്ച ഗീർവാണം പോലെ ഒന്നും നടന്നില്ല. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ കുറേ ലക്ഷങ്ങൾ കൂടി ചെലവഴിച്ച് നിരത്തിലിറക്കിയ ബസ് ഒടുക്കത്തെ ചാർജ് വാങ്ങിയതോടെ യാത്രക്കാർ കൈയൊഴിഞ്ഞു. ആദ്യം നിരത്തിലിറക്കിയപ്പോൾ M സ്വരാജ് മുതൽ ലോക്കൽ സഖാക്കൾ വരെ ബസ്സിൻ്റെ വീരഗാഥകൾ പാടിപ്പുകഴ്ത്തി. വിമർശകരുടെ നാവടപ്പിച്ചേ എന്ന പേരിൽ BGM ഒക്കെ ഇട്ട് ആഘോഷിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കരയ്ക്ക് കയറി. പിണറായി വിജയൻ തൊടുന്നതെല്ലാം ബഗൻ്റെ ആർത്തിയോടെ കോടികൾ വിഴുങ്ങുന്ന പതിവ് ഇവിടെയും തെറ്റിയില്ല. ഓരോ ആഴ്ചയും മോഡിഫിക്കേഷനായി. ആക്രി വിലയ്ക്ക് പോലും ആർക്കും വേണ്ടാതായതോടെ ഗരുഡ പ്രീമിയം എന്ന പേരിൽ ബസ് പിന്നെയും നിരത്തിലിറങ്ങി. പേരിലെ ഗരുഡ വിജയനെ സൂചിപ്പിക്കുന്നതാണ്. കക്കൂസും സീറ്റുകളും പൊളിച്ചു മാറ്റി വിജയൻ ഇറങ്ങാൻ നിർമ്മിച്ച എസ്കലേറ്ററും നീക്കി ബസ് ഇപ്പോൾ വീണ്ടും നിരത്തിലിറക്കാനുള്ള ആലോചനയിലാണ്. കോഴിക്കോട് ബംഗളൂർ റൂട്ടിൽ ഉടൻ സർവീസ് പുനരാരംഭിക്കും എന്ന് കേൾക്കുന്നു. ടിക്കറ്റ് ചാർജ് കുറച്ചാണ് ആളെ പിടിക്കുന്നത്. അപ്പോഴേക്കും ഇതാ സഖാക്കൾ വീണ്ടും ഉണർന്നു കഴിഞ്ഞു. വിമർശകരുടെ നാവടപ്പിച്ചു, നവകേരള ബസ് നിരത്തിലേക്ക് എന്നാണ് പുതിയ തള്ള്. ഇത് എത്രാമത്തെ തവണയാണ് വിമർശകരുടെ നാവടപ്പിക്കുന്നത്? ഓരോ തവണ വായടപ്പിക്കാനും ആ ബസ് വിഴുങ്ങുന്നത് ലക്ഷങ്ങളാണ്. ഇത്രയും മോഡിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സച്ചിൻ ദേവ് MLA ബസ്സിലേക്ക് കയറിയിട്ട് പോട്ടെ ബസ് മ്യൂസിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കഴിയുമെങ്കിൽ ആ AK ബാലനെയും മുമ്പിലിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് മുറുക്കണമായിരുന്നു. അറ്റകുറ്റപ്പണികൾക്കായി ഏറ്റവും കൂടുതൽ തുക വേണ്ടി വന്ന ഈ ബസ് ഭാരത് ബെൻസിൻ്റെ ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞു. കോടികൾ മുടക്കി ബസ് വാങ്ങി കക്കൂസും ലിഫ്റ്റും കറങ്ങുന്ന കസേരയും ഫിറ്റ് ചെയ്ത് മന്ത്രിമാരും മുഖ്യനും കൂടി ടാറ്റ കൊടുത്ത് നാട് ചുറ്റിയ വകയിൽ ജനത്തിന് എന്തെങ്കിലും ഗുണമുണ്ടായോ? ആയിരത്തിൽ കുറേ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല തകർന്നത് മിച്ചം. കാസർഗോട്ട് നിന്നും യാത്ര തുടങ്ങിയ ബസിൻ്റെ പിന്നിൽ കെട്ടിവലിച്ച് പിണറായി വിജയൻ നവകേരളം കൊണ്ടുവരുന്നു എന്ന മട്ടിലായിരുന്നു അന്ന് സഖാക്കളുടെ എല്ലാം തള്ളിമറിക്കൽ. ബസും ക്ലിഫ് ഹൗസും ഹെലികോപ്റ്ററും അകമ്പടിയും നാടുചുറ്റലും അടക്കം പിണറായിക്കായി കേരളം ചെലവാക്കിയ കോടികളുണ്ടായിരുന്നെങ്കിൽ 2 കേരളം കൂടി നമുക്ക് വാങ്ങാമായിരുന്നു. എന്നിട്ടും പിണറായി പറയുന്നത് 2026 മുമ്പ് എന്ന് വെച്ചാൽ ഞാൻ പോകുന്നതിന് മുമ്പ് കേരളത്തിലെ അതിദാരിദ്ര്യം തുടച്ചു നീക്കുമെന്നാണ്. എല്ലാം തുടച്ചു നീക്കി ഖജനാവും വടിച്ചു കോരി ഈ ബസ്സിൽ കയറി വേണം പിണറായി വിജയനും കണ്ണൂർ സംഘവും ക്ലിഫ് ഹൗസിൽ നിന്നും മടങ്ങിപ്പോകാൻ. ഹെലികോപ്റ്ററും അതിനു മീതെ പറന്ന് അകമ്പടി സേവിക്കും. കേരളത്തെ സ്വർഗമാക്കിയ ഒരു മനുഷ്യൻ കണ്ണൂർക്ക് പോകുന്നത് കണ്ട് ഇന്ദ്രനും ദേവാദിദേവന്മാരും പുഷ്പവൃഷ്ടി നടത്തും. ഈ വിജയൻ കാരണം ദാരിദ്ര്യമൊഴിഞ്ഞതോടെ തങ്ങൾക്കിനി പണിയൊന്നും ഇല്ലാതാകുമെന്ന് ഭയന്ന് PBയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് 30 മുക്കോടി ദൈവങ്ങൾ.